Hi friends, today we are going to learn about adverb. ഓക്കെ, ഒരു പുതിയ വെർബിന്റെ ടൈപ്സിന് ശേഷം നമ്മൾ വീണ്ടും ഇനി അടുത്തൊരു ഗ്രാമർ, സിമ്പിൾ ഗ്രാമർ ടോപ്പിക്കിലോട്ടാണ് കിടക്കുന്നത്, ആഡ്വേർബ്. ഓക്കെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ആവുന്നുണ്ട് അല്ലെ? ഇത് വെർബുമായിട്ട് എന്തോ ഒരു ബന്ധം അതിനുണ്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ട്. കാരണം എന്താണ്, വെർബിന് മുമ്പിലോട്ട് വെറും ഒരു 2 ലെറ്റർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അല്ലെ? എന്താണ്? ആഡ്വേർബ്. നോക്കാം എന്താണ് ഇതിന് വെർബുമായിട്ടുള്ള ആ റിലേഷൻ എന്തെന്ന് നോക്കാം. Adverb. എന്താണ് adverb? An adverb is a word which modifies the meaning of a verb, adjective and another verb. Okay. നോക്കാം. പൊതുവെ നമ്മൾക്കൊരു ധാരണയുണ്ട്. പൊതുവെ ആളുകൾ പറയും ആഡ്വർബ് എന്താ, അത് വെർബിനെ മോഡിഫൈ ചെയ്യാൻ വേണം. എന്താണ്? വെർബിനെ മോഡിഫൈ ചെയ്യുക. കറക്റ്റ് തന്നെയാണ്, വെർബിനെ മോഡിഫൈ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അത് വെർബിനെ മാത്രമല്ല മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് വെർബിനെ ഒരു ക്രിയയെ മാത്രമല്ല മോഡിഫൈ ചെയ്യുന്നത്. ആൻഡ് അഡ്ജക്റ്റീവ് എന്താണത്? നൗണിനെയോ പ്രോണൗണിനെയോ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ്. ഓക്കെ, ആ അഡ്ജക്റ്റീവിനെയും അതുപോലെ മറ്റൊരു വെർബിനെയും, ഒരു വെർബ് മറ്റൊരു വെർബിനെ പോയിട്ട് എന്ത് ചെയ്യാണ് മക്കളെ? മോഡിഫൈ ചെയ്യാണ്. അല്ലെങ്കിൽ എന്താണ്, അതിനെ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് ഒന്നും കൂടെ എന്ത് ചെയ്യാണ്? ഒന്ന് ഭംഗി കൂട്ടുകയാണ് അല്ലെ? സോ അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ്, അഡ്ജക്റ്റീവ്, അനദർ അഡ്വർബ്, ഇത്രയും സംഭവങ്ങളെ എന്ത് ചെയ്യാണ് മക്കളെ? മോഡിഫൈ ചെയ്യാണ് അല്ലെ? ഒന്നും കൂടെ എന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്ത് ക്വാളിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? അഡ്വർബ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നോക്കാം, എക്സാമ്പിളിലോട്ട് നോക്കാം. The old man walked slowly. എന്താണ്? The old man walked slowly. എന്താണ് walk? വാക്കാണ് ഇവിടെ എന്ത്? ഇത് വെർബാണല്ലോ അല്ലെ? വാക്ക് ഒരു ആക്ഷൻ വെർബാണ്. എന്താണ്? ഒരു ആക്ഷൻ വെർബാണ് ഈ എന്ത്? വാക്ക്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇവിടെ വെർബാണ്. ദെൻ ഇവിടെ നോക്കിയേ, സ്ലോവിലി, പതുക്കെ എന്ന് പറയുന്നത് ഇതൊരു വെർബല്ല കേട്ടോ. ഇതെന്താണ്? ഇതാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. എന്താണ്? ആഡ്വർബ്. ഇവിടെ കാണുന്ന ഈ വെർബിനെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ആഡ്വർബ് വന്നിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു വെർബിനെ മോഡിഫൈ ചെയ്തതാണ് ഇത്. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു വെർബിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ ആരെയാണ്? ഇവിടെ ഈ വോക്ക്ഡ് എന്ന് പറയുന്ന വെർബിനെ, വോക്ക്ഡ് സ്ലോവിലി, എങ്ങനെയാണ്? പതുക്കെ നടക്കും. ഓക്കെ, അപ്പൊ എന്താണ്? ആ നടത്തത്തെ ഒന്നും കൂടെ അങ്ങ് മോഡിഫൈ ചെയ്ത് പറഞ്ഞു. എങ്ങനെയാണ്? പതുക്കെയാണ് അയാൾ നടക്കുന്നത്. സോ ഈ വോക്ക്ഡ് അല്ലെങ്കിൽ ദ ഓൾഡ് മാൻ വോക്ക്ഡ് സ്ലോവിലി, ആ വെർബിനെ എന്ത് ചെയ്തു? സ്ലോവിലി എന്ന് പറയുന്ന ആഡ്വർബ് എന്ത് ചെയ്തു മക്കളെ? അതൊന്ന് മോഡിഫൈ ചെയ്തു. ഓക്കെ, ദെൻ he reads quite clearly. He reads quite clearly. എന്താണ് മക്കളെ ഈ കാണുന്നത്? ഇവിടെ റീഡ് ആണ് എന്ത്? വെർബ് അല്ലെ? ഇവിടെ റീഡ് ആണ് എന്ത്? വെർബ്. പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയേ, ഈ ക്ലിയർലി എന്ന് പറയുന്ന ഈ ഒരു ആഡ്വർബ് ഈ റീഡിനെയാണോ പോയിട്ട് മോഡിഫൈ ചെയ്യുന്നത്? അല്ല അല്ലെ? ഇതിന്റെ ഇടയിൽ സെന്ററിൽ ഒരു വാക്കും കൂടെ ഉണ്ട്. അതെന്താണ്? ക്വയറ്റ്. ക്വയറ്റ് എന്ന് പറയുന്നതും ക്ലിയർലി എന്ന് പറയുന്നതും ആഡ്വർബുകളാണ്. ഓക്കെ, ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു തരം ആഡ്വർബാണ്. ഓക്കെ, ക്വയറ്റ് ക്ലിയർ അല്ലെ? ഫിനിഷ് ചെയ്ത്, കംപ്ലീറ്റ് ചെയ്ത് എന്ന് പറയാനുള്ള മീനിങ്ങിനൊക്കെയാണ് നമ്മൾ ക്വയറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണം എന്നൊക്കെ അറിയത്തില്ല. ഓക്കെ, ദെൻ ക്വയറ്റ് ക്ലിയർലി ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ, ഒരു ആഡ്വർബിനെ തന്നെയാണ് മറ്റൊരു ആഡ്വർബ് വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ? മറ്റൊരു വെർബിനെ വീണ്ടും എന്ത് ചെയ്യും? ഒരു വെർബ് നമ്മളിവിടെ പറഞ്ഞില്ലേ, അനദർ വെർബിനെ ഓക്കെ മോഡിഫൈ ചെയ്യും. എന്ത്? ആഡ്വർബ്. സോ ഇവിടെ വെർബിനെ അല്ല, കണ്ടല്ലോ, ഒരു ആഡ്വർബ് തന്നെയാണ്, വീണ്ടും എന്ത് ചെയ്തേക്കാണ്? ഒരു ആഡ്വർബാണ്. അപ്പോൾ ഇവിടെ ക്വയറ്റിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലിയർലി കൊണ്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ. This is a very sweet mango. എന്ത് മാംഗോ ആണ്? സ്വീറ്റ് മാംഗോ ആണ്. ഇവിടെ മാംഗോ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അതൊരു നൗണാണ് അല്ലെ? ഒരു നൗണാണ്. ഓക്കെ, ദെൻ ഇവിടെ സ്വീറ്റ് എന്ന് പറയുന്നത് ആ മാംഗോയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കണമെങ്കിൽ അതിന് എന്ത് പറയും? നിങ്ങൾ അഡ്ജക്റ്റീവിന്റെ ക്ലാസ് കേട്ടവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആൻസർ പറയും. നൗണിനെ വിശേഷിപ്പിക്കുന്നവരെ നമ്മൾ എന്താണ് മക്കളെ പറയാ? ആഡ്ജക്റ്റീവ് ആണ് പറയാ അല്ലെ? ഇവിടെ സ്വീറ്റ് എന്താണ്? ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഇവിടെ സ്വീറ്റ് എന്താണ്? ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, സോ
ഇവിടെ സ്വീറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെയാണ് ഈ വെരി എന്ന് പറയുന്ന ആഡ്വർബ് പോയി വിശേഷിപ്പിച്ചിരിക്കുന്നത്. സോ നമ്മളിവിടെ പറഞ്ഞു ഒരു അഡ്ജക്റ്റീവിനെയും എന്ത് ചെയ്യാറുണ്ട്, ഒരു വെർബ് വിശേഷിപ്പിക്കാറുണ്ട്, അപ്പോൾ അതിന് ആഡ്വർബ് എന്ന് പറയും. ദാ ഇവിടെ സ്വീറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ പോയിട്ടാണ് ഇവിടെ വെരി എന്ന് പറയുന്ന വെർബ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സോ ഇവിടെ വെരിയാണ് ആഡ്വർബ്, അത് അഡ്ജക്റ്റീവിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മോഡിഫൈ ചെയ്തിട്ടുള്ളത്. സോ വെർബിനെ തന്നെ മോഡിഫൈ ചെയ്യുന്നത് കണ്ടു, അഡ്വർബിനെ മോഡിഫൈ ചെയ്യുന്നത് കണ്ടു, അതുപോലെ അഡ്ജക്റ്റീവിനെ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ദെൻ ചിൽഡ്രൻ സ്ലീപ്പ് വെൽ. സ്ലീപ്പാണ് ഇവിടെ എന്ത്, വെർബ്. വെല്ലാണ് ഇവിടെ എന്ത് മക്കളെ, ആഡ്വർബ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓരോ എക്സാമ്പിൾ എടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് വേണം, ആഡ്വർബ് എന്താന്ന് വേണം. ആഡ്വർബ് എന്താണ്, വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ മറ്റൊരു വെർബിനെയോ വിശേഷിപ്പിക്കാനായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആദ്യം വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ നോക്കുക വെർബ് പ്രവൃത്തി അല്ലാതെ എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ക്ലിയർ ആയിട്ട് അതിൽ നിന്ന് അഡ്വർബിനെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചങ്ങ് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ കൈൻഡ്സ് ഓഫ് ആഡ്വർബ്. ഓക്കെ, നമ്മൾ നൗൺ പഠിച്ചപ്പോൾ അതിൻ്റെ ടൈപ്സ് പഠിച്ചിരുന്നു, പ്രൊനൗൺ പഠിച്ചപ്പോൾ അതിൻ്റെ ടൈപ്സ് പഠിച്ചിരുന്നു അല്ലേ. സോ വെർബ് പഠിച്ചപ്പോൾ അതിൻ്റെ ടൈപ്സ് പഠിച്ചിരുന്നു. ഇനി നമുക്ക് ആഡ്വർബ് നോക്കാം. ഓക്കെ, ആഡ്വർബ്. ഓക്കെ, ദെൻ ടൈപ്സ് നോക്കാം. ആഡ്വർബ് ഓഫ് ടൈം ആണ് ഫസ്റ്റ് വൺ. എന്താണ്, adverbs of time, then adverbs of number, adverbs of place, adverbs of manner, adverbs of degree, adverbs of reason, adverbs of affirmation and negation. എന്താണ്, ക്ലിയർ ആണല്ലോ? ഇത്രയും ടൈപ്സ് ആണുള്ളത്. ഇനി ഇത് ഓരോന്നും എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പോയി നോക്കുമ്പോൾ നിങ്ങൾക്കത് ഒന്നും കൂടെ ക്ലിയർ ആകും. ഞാൻ അതിൻ്റെ ഡയറക്റ്റ് മീനിങ് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് അത്രത്തോളം അത് എഫക്റ്റീവായിട്ട് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ്, ഈസി ആയിരിക്കും. നോക്കാം. ആഡ്വർബ്സ് ഓഫ് ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ടൈം എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും, ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിരിക്കും. എങ്ങനെയാണ് നോക്കാം. നീ എപ്പോഴാ വന്നത്, നീ എപ്പോഴാണ് വന്നത് അല്ലെ. അപ്പൊ എന്താണ് അവിടെ ഒരു ആൻസർ, എന്താണ്, ടൈം ആണല്ലേ. അവിടെ എന്താണ് ആൻസർ വരിക, ആ സമയം പറഞ്ഞു കൊടുക്കുക അല്ലെ. നീ എപ്പോഴാ പോകുന്നത് അല്ലെ, നീ എപ്പോഴാ അത് തുടങ്ങിയത് അല്ലെ, നീ എപ്പോഴാ അത് അവസാനിപ്പിച്ചത്. അങ്ങനെ എപ്പോൾ, വെൻ എപ്പോൾ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിരിക്കും ഇവിടെ എന്ത്, ആഡ്വർബ്. ഓക്കെ, എപ്പോൾ എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ അതിനൊരു റിപ്ലൈ ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് ആഡ്വർബ് ഓഫ് ടൈം ആയിരിക്കും. ടൈം എന്തിനെ ബേസ് ചെയ്തിട്ടാ മക്കളെ, നോക്കിയേ, വെൻ ആണ്. ഇത് മാത്രം ഓർത്തു വെച്ചാൽ മതി. ആഡ്വർബ് ഓഫ് ടൈമിന് ഒരു വലിയ എക്സ്പ്ലനേഷൻ എനിക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും, പക്ഷെ ഞാനത് അവിടെ കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെപ്പോഴും സിമ്പിളായിട്ട് ഗ്രാമർ പഠിച്ചാൽ ഗ്രാമർ സിമ്പിളാണ്. ഗ്രാമർ എപ്പോഴും ടഫാണ്, ഗ്രാമർ പഠിച്ചാൽ തീരുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഗ്രാമർ എപ്പോഴും സിമ്പിളായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, കുറേ അതിൻ്റെ തിയറിയും കുറേ അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ പഠിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഗ്രാമറാണ്, സിമ്പിളായിട്ടാണ് ഇവിടെ ഗ്രാമർ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, ദെൻ ആഡ്വർബ് ഓഫ് ടൈം. എന്താണ് ആഡ്വർബ് ഓഫ് ടൈം, എന്തായതൊന്നുമില്ല. വെൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആയിരിക്കും എന്ത്, ആഡ്വർബ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. നോക്കാം എക്സാമ്പിൾ നോക്കാം. എന്താണ്, ദ പ്ലെയിൻ വിൽ ലാൻഡ് നൗ. എന്താണ്, ദ പ്ലെയിൻ വിൽ ലാൻഡ് നൗ. എന്താണ് മക്കളെ, എപ്പോഴാണ് ആ പ്ലെയിൻ, എപ്പോഴാണ് വരിക, ആ പ്ലെയിൻ എപ്പോൾ എത്തും, അത് ചോദ്യമാണ്, ടൈമാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലെ. ആ പ്ലെയിൻ എപ്പോഴാണ് വരിക, ആ പ്ലെയിൻ എപ്പോൾ എത്തും. ഈ ഒരു എപ്പോൾ എന്ന് അവിടെ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ആൻസർ വന്നത്. ദ പ്ലെയിൻ വിൽ ലാൻഡ് നൗ. എപ്പോൾ, ദ പ്ലെയിൻ ഇപ്പോഴും ഇപ്പൊ തന്നെ ലാൻഡ് ചെയ്യും. അവിടെ എന്താണ്, എപ്പോൾ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ടൈമാണ് പറഞ്ഞിരിക്കുക അല്ലെ. ആ പ്ലെയിൻ ഇപ്പോൾ വരുന്ന പറഞ്ഞാൽ ആ പ്ലെയിൻ വരുന്ന ടൈമാണ് ഈ സെന്റൻസ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഐ സോ ഹിം യെസ്റ്റർഡേ. നീ ഇന്നലെ എപ്പോഴാണ് അവനെ കണ്ടത് ചോദിക്കുകയാണ് നിങ്ങളോട്. എപ്പോൾ അല്ലേ, നീ ഇന്നലെ എപ്പോഴാണ് അവനെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും, ഐ സോ ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു.
നിങ്ങൾ എപ്പോഴാണ് അവനെ കണ്ടത് എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? ഞാൻ യെസ്റ്റർഡേ, ഇന്നലെ അവൻ എന്ത് ചെയ്തു? കണ്ടു. ഓക്കെ, എപ്പോൾ? ദെൻ ഹീസ് നെവർ റെഡി, റെഡിയായോ? അവൻ റെഡിയായോ? എപ്പോഴാണ് അവൻ റെഡിയായത്? അവൻ റെഡി ആകുമോ? ഇങ്ങനെയുള്ള എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ഹീസ് നെവർ റെഡി. അവൻ എന്താണ്? നെവർ റെഡിയാണ് കേട്ടോ, റെഡി ആവിട്ടില്ല. ഓക്കെ, ദെൻ ഷീ ഓൾറെഡി ടോൾഡ് യു. അവൾ എപ്പോഴാണ് നിന്നോട് പറഞ്ഞത്? അവൾ എപ്പോഴാണ് അത് നിന്നെ അറിയിച്ചത്? അവൾ എപ്പോഴാണ് നിന്നോട് അത് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഷീ ഓൾറെഡി ടോൾഡ് യു. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ മക്കളെ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ആഡ്വർബ് കാണാൻ കഴിയുന്നുണ്ടാവും അല്ലേ? ഇവിടെ ഫസ്റ്റ് എന്തായിരുന്നു ആഡ്വർബ് എന്ന് പറഞ്ഞ്? ദ പ്ലെയിൻ വിൽ ലാൻഡ് നൗ. ഇതാണ് ഇവിടുത്തെ ആഡ്വർബ്. ഐ സോ ഹിം യെസ്റ്റർഡേ. സോ ആണ് ഇവിടുത്തെ ആഡ്വർബ്. ഹി ഈസ് നെവർ റെഡി. ഇവിടെ നെവർ ആണ് ഇവിടുത്തെ ആഡ്വർബ്. ഷീ ഓൾറെഡി ടോൾഡ് യു അല്ലേ? ഓൾറെഡി എന്നൊക്കെ പറയുന്നത് എന്താണ്? വെന്നിനൊരു ആൻസർ ആയിട്ട് വരും. ഹി കെയിം ലേറ്റ്. അവൻ എന്താണ്? ഹി കെയിം ലേറ്റ്. അവൻ എപ്പോൾ എത്തി? അവൻ എപ്പോഴാ മക്കളെ എത്തിയത്? അവൻ എപ്പോഴാ എത്തിയത് എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അവന് എപ്പോൾ, വെൻ, അവൻ എപ്പോൾ എത്തി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഹി കെയിം ലൈറ്റ് അല്ലേ? അവൻ വൈകിയാണ് എത്തിയത്. അതൊരു ക്വസ്റ്റ്യൻ്റെ ആഡ്വർബിനുള്ള ഒരു ടൈമിനെ സൂചിപ്പിക്കാനുള്ള ഒരു എന്താണ്? ആൻസർ ആയിട്ട് വരും. ഓക്കെ, ദെൻ യു ഷുഡ് കം എയർലി. എന്താണ്? യു ഷുഡ് കം എയർലി. ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ എന്താണ് ആഡ്വർബ്? എയർലി ആണ്. ഓക്കെ, നേരത്തെ എന്ന് പറയുന്ന ആ ടൈമിനെ സൂചിപ്പിക്കാനാണ് എന്ത് കൊടുത്തത്? എയർലി കൊടുത്തത്. ഐ മീൻ വെൻ എന്ന് പറയുന്ന, എപ്പോൾ എന്ന് പറയുന്ന ടൈമിനെ സൂചിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ദാ ഇങ്ങനെയുള്ള ആഡ്വർബ്സ് വരുന്നത്. ഓക്കെ, ദെൻ ഐ ഹാവ് ഹേർഡ് ദിസ് ബിഫോർ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ ഹാവ് ഹേർഡ് ദിസ് ബിഫോർ. ഇതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. നീ എപ്പോഴാണ് ഇത് കേട്ടത് അല്ലേ? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു. എന്താണ്? നീ എപ്പോഴാണ് ഇത് കേട്ടത്? വെൻ അല്ലേ? എപ്പോൾ. എപ്പോഴാണ് ഇത് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഹാവ് ഹേർഡ് ദിസ് ബിഫോർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ആഡ്വർബ്സ് നോക്കാം. വെൻ മീൻ ടൈമിനെ സൂചിപ്പിക്കുന്ന കുറച്ച് ആഡ്വർബ്സ്. ദെൻ ശേഷം, നൗ, യെറ്റ്, സ്റ്റിൽ, സൂൺ, early, late, today, just, immediately, afterwards, daily, ago, never, yesterday. Okay. ഇപ്പോൾ, പിന്നീട്, ഇന്ന്, പെട്ടെന്ന്, കുറച്ച് കഴിഞ്ഞിട്ട്, ഡെയിലി, ഇന്നലെ, ഓക്കെ, ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് മക്കളെ? വെന്നിൻ്റെ ആൻസർ ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ആഡ്വർബ് ഓഫ് ടൈം. ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആഡ്വർബുകളാണ് ഇതെല്ലാം. ഓക്കെ, ക്ലിയർ അല്ലേ? വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾ പോസൊക്കെ ചെയ്തിട്ട് ഷോർട്ട് നോട്ട് വളരെ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ദെൻ ആഡ്വർബ്സ് ഓഫ് നമ്പർ ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, എന്താണ്? ഹൗ, എങ്ങനെ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നടന്നു അല്ലേ? എത്ര തവണ നടന്നു എന്നൊക്കെ സൂചിപ്പിക്കാനാണ്. എപ്പോഴാ നടന്നത്? ഇത് എത്ര തവണ നടന്നു? നീ എത്ര തവണ ചെയ്തു? നീ എത്ര തവണ പോയി അല്ലേ? നീ എത്ര തവണ അത് കണ്ടു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനൊക്കെയാണ് മക്കളെ എന്ത് യൂസ് ചെയ്യുന്നത്? ആഡ്വർബ്സ് ഓഫ് നമ്പർ ഓർ ഫ്രീക്വൻസി എന്ന് യൂസ് ചെയ്യുന്നത്. അവിടെ വെൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഹൗ ഓഫൺ അല്ലേ? എപ്പോഴൊക്കെ, ഇടയ്ക്കിടക്കാണോ, അതോ എപ്പോഴും ഉണ്ടോ, അതോ വല്ലപ്പോഴുമല്ലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അല്ലേ എത്ര തവണ എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഹൗ ഓഫൺ എന്ന് പറയുന്ന ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി ഓഫ് അല്ലെങ്കിൽ ആഡ്വർബ്സ് ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. നോക്കാം. ഹി ഓഫൺ മേക്സ് മിസ്റ്റേക്ക്. ഹി ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒന്ന് എഴുതി വെച്ചേ, അറിയാത്തവർ എഴുതി വെച്ചേ. ഇടയ്ക്കിടക്ക്. ഓക്കെ, ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇടയ്ക്കിടക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ഹി ഓഫൺ മേക്സ് മിസ്റ്റേക്ക്. അവൻ ഇടയ്ക്കിടയ്ക്ക്, അല്ലാതെ വല്ലപ്പോയെന്നല്ല കേട്ടോ. ഹി ഓഫൺ മേക്സ് മിസ്റ്റേക്ക്. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട് മക്കളെ? മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അവന് എപ്പോഴൊക്കെ ചെയ്യാറുണ്ട്? അവന് എത്ര തവണ മിസ്റ്റേക്ക് ചെയ്തു? ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ ആൻസർ വരുന്നത് അല്ലേ? ദെൻ ഐ ഹാവ് ടോൾഡ് യു ടോയ്സ്. ഇവിടെ കറക്റ്റ് ആണ്. എത്ര തവണയാണ് നിങ്ങൾ അവനോട് പറഞ്ഞത്? എത്ര തവണ നിങ്ങൾ അവനോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ മക്കളെ? ആൻസർ എന്താണ്? കറക്റ്റ് ആണ്.
എത്രയാണ്? ട്വൈസ് പ്രാവശ്യം അല്ലേ? ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ട്വൈസ്. ഞാൻ അവനോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ട്വൈസ് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഷീ ടോൾഡ് മീ വൺസ്. ഷീ ടോൾഡ് മീ വൺസ്. ഇവിടെ വളരെ ക്ലിയർ ആണ്. അവൾ എത്ര തവണ എന്നോട് പറഞ്ഞു? അവൾ എന്നോട് ഇത് പറഞ്ഞിരുന്നോ? എത്ര തവണ പറഞ്ഞു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. എത്ര പറഞ്ഞു? ഷീ ടോൾഡ് മീ വൺസ്. അവൾ ഒരു തവണ പറഞ്ഞു. അവൾ എത്ര തവണ പറഞ്ഞു? ഒരു തവണ പറഞ്ഞു. ഓക്കെ, ദെൻ ഷീ സെൽഡം ഡാൻസ്ഡ്. എന്താണ് മക്കളെ? ഷീ സെൽഡം ഡാൻസ്ഡ് ആണ്. എന്താ സെൽഡം എന്ന് പറഞ്ഞാൽ? ഓഫണിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ്. ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്കായിരുന്നു. ഇത് സെൽഡം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഉള്ളു, അപൂർവമാണ് കേട്ടോ. സെൽഡം എന്നൊക്കെ പറഞ്ഞാൽ മീനിങ് എഴുതി വെക്കണം കേട്ടോ മക്കളെ. ഇതൊക്കെ കറക്റ്റ് മീനിങ് എഴുതി വെച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ മറക്കും. അപൂർവം എന്നൊക്കെ പറയാം അല്ലേ, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്നൊക്കെ അർത്ഥം വരും അല്ലേ. അപൂർവം അല്ലെങ്കിൽ വല്ലപ്പോഴും എന്നൊക്കെ ഒരു അർത്ഥമാണ് ഈ സെൽഡത്തിന് വരുന്നത് കേട്ടോ. ഷീ സെൽഡം ഡാൻസ്. അവളങ്ങനെ അപൂർവമായിട്ടൊക്കെ ഡാൻസ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ, ഇടയ്ക്കിടയ്ക്കല്ല വല്ലപ്പോഴും ഒക്കെ അപൂർവമായിട്ടാണ് അവൾ എന്ത് ചെയ്യുക? ഡാൻസ് കളിക്കുക. ഓക്കെ, ഹി റയർലി മേക്സ് മിസ്റ്റേക്ക്. ഉണ്ടോ? ഈ റയർലി മേക്ക് മിസ്റ്റേക്ക്. അവൻ വളരെ റയറായിട്ടൊക്കെയാണ് എന്ത് ചെയ്യാറ്? മിസ്റ്റേക്ക് ചെയ്യാറുള്ളത്. അവൻ എത്ര തവണ മിസ്റ്റേക്ക് ചെയ്തു? അവൻ എപ്പോഴൊക്കെ മിസ്റ്റേക്ക് ചെയ്യും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. എപ്പോഴൊക്കെ നടന്നു, എത്ര തവണ നടന്നു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം മക്കളെ? ആഡ്വേർബ്സ് ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. നോക്കാം എന്തൊക്കെയാണ്? ട്വൈസ് അല്ലെ, ട്വൈസ്, ഓൾവേസ്, ഓൾവേസ് എപ്പോഴും അല്ലെ, എവർ, എവർ ആൻഡ് നെവർ എന്നൊക്കെ പറയാറില്ലേ, ഒരിക്കലുമില്ല എന്നൊക്കെ പറയുന്ന പോലെ. ഓഫൺ ഇടയ്ക്കിടയ്ക്ക്, കണ്ടിന്യൂലി കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവും, യൂഷ്വലി ആണ്. ഓക്കെ, ദെൻ ഫ്രീക്വൻ്റ്ലി, ഇതൊക്കെ എന്താണ്? വല്ലപ്പോഴും ഒക്കെ ചെയ്യാണ് അല്ലേ. എത്ര തവണ ചെയ്തു, എപ്പോ ചെയ്തു, എപ്പോഴൊക്കെ നടന്നു എന്ന ചോദ്യത്തിനുള്ള ആൻസറുകളായിട്ടാണ് adverbs of numbers അല്ലെങ്കിൽ adverbs of frequency യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? then adverbs of പ്ലേസ്. പ്ലേസ് ആണ് അല്ലെ, ഒരു സ്ഥലമാണ്. ഓക്കെ, സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റും? എന്തൊക്കെ ചോദിക്കാൻ പറ്റും ഒന്ന് ഓർത്ത് നോക്കി. വേർ വെച്ചിട്ടൊന്ന് ചോദിച്ച, വേർ, നീ എവിടെയാണ് താമസിക്കുന്നത് അല്ലെ, നീ എവിടെയാണ് താമസിക്കുന്നത്, നീ എവിടേക്കാണ് പോകുന്നത് അല്ലെ, നീ എവിടെയാണ് താമസിക്കുന്നത്, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെ എവിടെ എവിടെ എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആൻസറാണ് ആഡ്വേർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറയുന്ന ആഡ്വർബ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നോക്കാം, എക്സാമ്പിൾ നോക്കാം. യു കം ഹിയർ. യു കം ഹിയർ, നീ എന്താണ്? ഇവിടെ വരണം. എവിടെ എന്നുള്ള ചോദ്യമാണ് അല്ലേ. ഞാൻ എവിടെ വരേണ്ടത്? യു കം ഹിയർ, നീ ഇവിടെ വരണം. നീ എവിടെ വരണം എന്നുള്ള ചോദ്യത്തിന് ആണ്, ഞാൻ എവിടെ വരണം എന്നുള്ള ചോദ്യത്തിനാണ് എന്ത് ആൻസർ കൊടുത്തത്? യു കം ഹിയർ, നീ ഇവിടെ വരണം. ഓക്കെ, യു ക്യാൻ സിറ്റ് ദർ. എന്താണ്? യു ക്യാൻ സിറ്റ് ദർ. ഞാൻ എവിടെ ഇരിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കാണ്, ഞാൻ എവിടെ ഇരിക്കണം? ഓക്കെ, ഞാൻ എവിടെ? വേർ അല്ലേ, ഞാൻ എവിടെ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ കിട്ടും മക്കളെ. യു ക്യാൻ സിറ്റ് ദർ. എവിടെ ഇരിക്കണം? അവിടെ ഇരിക്കണം. ഓക്കെ, അവിടെ ഇരിക്കണം. അപ്പൊ വേറിന്റെ ആൻസർ ആണ് ഇവിടെ എന്ത് മക്കളെ? ഹിയർ, ദേർ എന്നൊക്കെ വേറിനൊരു ആൻസർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലത ഹാസ് ഗോൺ ഔട്ട്. ലത ഇപ്പൊ എവിടെയാണ്? എവിടെ വേർ എവിടെ, ഏത് പ്ലേസിലാണ് ഇപ്പൊ ലത ഹാസ് ഗോൺ ഔട്ട്. അവൾ എവിടെയാണ്? പുറത്താണ് അല്ലെ. അതും എന്താണ്? ഒരു ആൻസർ തന്നെയാണ് വേറിന്റെ. നോക്കാം, നിയർ, അവൾ എവിടെയാണ് മക്കളെ? അടുത്താണ്. അവൾ എവിടെയാണ്? ഡൗൺ, അവൾ താഴെയാണ്. ഓക്കെ, അവൻ എവിടെയാണ്? അപ്പാണ്, മുകളിലാണ്. അവൻ എവിടെ പോയി? എവിടേക്കെല്ലാം പോവും? എനിവേർ, എവിടെയും. ഓക്കെ, വേർ, കറക്റ്റ് വേർ, എവിടെ. ദെൻ സംവേർ, ദെൻ ഔട്ട്, ഇൻസൈഡ്, ഔട്ട്സൈഡ്, എവിടെയാണ്? ഔട്ട്സൈഡിലുണ്ട്, ഇൻസൈഡിലുണ്ട്. സോ വേർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കും ആഡ്വർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനൊക്കെ എക്സാമ്പിൾസ് ഇങ്ങനെ നന്നായിട്ട് എഴുതി വെക്കണം. ആഡ്വർബ്സ് ഓഫ് പ്ലേസിനെ സൂചിപ്പിക്കുന്നത്, ടൈമിനെ സൂചിപ്പിക്കുന്ന ആഡ്വർബ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. ദെൻ
ആർബബ്സ് ഓഫ് മാനർ ആണ്. ഹൗ, ഇൻ വാറ്റ് മാനർ, ഏത് രീതിയിൽ, എത്രത്തോളം, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവൾ പെരുമാറിയിട്ടുള്ളത്. ഓക്കെ, ഹൗ, എങ്ങനെ എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണ് ഒരു ആളുടെ മാനേഴ്സ്, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്തു, ഏത് രീതിയിൽ ചെയ്തു എന്നൊക്കെ ചോദിക്കാനാണ് മക്കളെ ഏത് യൂസ് ചെയ്യുന്നത്, ആഡ്വർബ് ഓഫ് മാനേഴ്സ്. ഏത് രീതിയിൽ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആഡ്വർബ് ഓഫ് മാനേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഹി വാക്ക്ഡ് സ്ലോവിലി, എന്താണ് മക്കളെ, അയാളെ ഏത് രീതിയിലാണ് നടന്നത്, ആ വ്യക്തി എങ്ങനെയാണ് നടന്നത് ഒന്ന് പറഞ്ഞേ. എങ്ങനെയാണ്? ഹി വാക്ക്ഡ് സ്ലോവിലിയാണ്, വാക്ക്ഡ് ആണ് എന്ത് ഇവിടുത്തെ വെർബ്, സ്ലോവിലിയാണ് എന്ത് ഇവിടുത്തെ ആഡ്വർബ്സ് ഓഫ് മാനേഴ്സ്. ഓക്കെ, ഹൗ, ഇൻ വാട്ട് മാനർ എന്ന് പറയുന്നത്, ഇൻ വാട്ട് മാനർ, അദ്ദേഹം എങ്ങനെയാണ് നടന്നത്, ഏത് രീതിയിലാണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാണ് ഹി വാക്ക്ഡ് സ്ലോവിലി. സ്ലോവിലി എന്താണ് ഇവിടെ മക്കളെ, എന്താണ്, ആഡ്വർബ്സ് ഓഫ് മാനറിൽ പെടുന്നതാണ്. ഓക്കെ, ദെൻ ഷി വാക്സ് ഹാഡ്, അവൾ എങ്ങനെ, എത്ര രീതിയിൽ, അവൾ എത്രത്തോളം, അവൾ ഏത് രീതിയിലാണ് അവൾ വർക്ക് ചെയ്തത് മക്കളെ, അവൾ നന്നായിട്ട് ഹാർഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. സോ ഹാഡ് എന്താണ്, ഏത് രീതിയിൽ, ഹൗ ഓഫൺ മാനേഴ്സ്, ഇൻ വാട്ട് മാനർ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഹാഡ്. ഐ മീൻ ഇവിടെ എന്താണ് ആഡ്വർബ്സ് ഓഫ് മാനർ ആയിട്ട് വന്നിട്ടുള്ളത്, ഏത് ആഡ്വർബാണ്, ഹാഡ് ആണ്. ഓക്കെ, ദെൻ he understands things quickly. He understands things quickly. അവൻ എങ്ങനെ, എത്ര പെട്ടെന്നാണ്, അവൻ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത്, വളരെ ക്വിക്കായിട്ടാണ് അല്ലേ, അവൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. സോ ഇവിടെ ക്വിക്ക്ലിയാണ് മക്കളെ ആഡ്വർബ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കാം. ഹി റീഡ്സ് ക്ലിയർലി, എന്താണ്, ഹി റീഡ്സ് ക്ലിയർലി ആണ്, എന്താണ്, ഹി റീഡ്സ് ക്ലിയർലി, അവൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവൻ വായിക്കാറുള്ളത്, ഏത് രീതിയാണ് അവൻ്റെ വായന ഒന്ന് പറഞ്ഞ്. എങ്ങനെ, ഹൗ, എങ്ങനെ പോകും അവൻ്റെ വായന, ഇങ്ങനെയാണ് അവൻ വായിക്കുക, എങ്ങനെയാണ്, ക്ലിയർലി ആണ് അവൻ്റെ വായന. സോ സ്ലോവിലി, ഹാഡ്, ക്വിക്ക്ലി, ക്ലിയർലി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇൻ വാട്ട് മാനർ എന്ന് പറയുന്നതിൻ്റെ ഒരു ആൻസർ ആണ്. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ. സ്ലോവിലിയാണ്, അവൻ എങ്ങനെയാണ്, പതുക്കെ രീതിയിലാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ. അതെ, ഇന്റലിജന്റിലും വളരെ ബുദ്ധിപരമായിട്ട്, ബ്രേവ്ലി, എന്താണ്, ബ്രേവ്ലി ഈസ് ഓൾസോ ബ്രില്യൻ. ദെൻ ഹാപ്പിലി, വളരെ ഹാപ്പി ആയിട്ട് അവൻ കാര്യങ്ങൾ മാനേജ് ചെയ്യാറുള്ളത്, അവൻ കാര്യങ്ങളെ ഏത് രീതിയിലാണ് എടുക്കാറുള്ളത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്, ഹാപ്പി ആയിട്ട് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് ചെയ്യും, വളരെ വെൽ ആയിട്ട് ചെയ്യും, വളരെ കൈൻഡ്ലി ആയിട്ടാണ്, ആ രീതിയിലാണ് മറ്റുള്ളവരോട് പെരുമാറാറുള്ളത്. പൊളൈറ്റ്ലി ആയിട്ടാണ് അവൻ്റെ മാനർ. ദെൻ കെയർഫുള്ളി ആയിട്ടാണ് അവന് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഹൗ, ഇൻ വാട്ട് മീനർ എന്ന് പറയുമ്പോഴാണ് ആഡ്വർബ്സ് ഓഫ് മാനറിന്റെ ആൻസർ എന്ത് വരും, ഇങ്ങനെ വരും. സ്ലോ, ഹാഡ്, ക്വിക്ക്ലി, ക്ലിയർലി, സ്ലോവ്ലി, ഇന്റലിജന്റ്ലി, ഹാപ്പിലി, സാഡ്ലി എന്നൊക്കെ പറയുന്നത് പോലെ എന്ത് വരും, ഹൗ, ഇൻ വാട്ട് മാനർ എന്നതിൻ്റെ ആൻസർ വരും. ക്ലിയർ അല്ലേ? Then ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി ആൻഡ് ക്വാണ്ടിറ്റി അല്ലേ, ക്വാളിറ്റി ഒക്കെ അല്ലേ, നമ്മൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ എന്താണ്, ക്വാണ്ടിറ്റി ആണ് അല്ലേ. എന്താണ്, ഹൗ മച്ച് ഇൻ വാട്ട് ഡിഗ്രി, അത് എങ്ങനെയുള്ള വസ്തുവാണ് അല്ലേ, അത് എങ്ങനെയുള്ള വസ്തുവാണെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, അത് എത്രത്തോളം നല്ലതാണ്, അത് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പൊ അവൾ എങ്ങനെയുള്ളതാണ്, അവളുടെ ആ ഒരു ഇതെങ്ങനെയുള്ളതാണ്, അവളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ ആ വസ്തു എത്രത്തോളം ഏത് രീതിയിലുള്ളതാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല മക്കളെ. ഹൗ മച്ച് എന്ന ചോദ്യം ഇൻ വാട്ട് ഡിഗ്രി എന്ന ചോദ്യത്തിനും ആൻസർ ആണ്. ക്ലിയർ ആക്കാം, നോക്കാം. ഷീ വാസ് ടു കെയർലെസ് ആണ്, അവൾ എന്താണ്, ഷീ വാസ് ടു കെയർലെസ് ആണ്. എത്രത്തോളം കെയർലെസ് ആണ് മക്കളെ, എത്രത്തോളം കെയർലെസ് ആണ്, ടു കെയർലെസ് ആണ് അല്ലേ. നോക്കാം. ദിസ് മാംഗോ ഇസ് ഓൾമോസ്റ്റ് റൈപ്പ്, നമ്മൾ കടയിലൊക്കെ പോയിട്ട് ചോദിക്കില്ലേ, അത് എങ്ങനെ, ഏത് ടൈപ്പാണിത്, ആ മാംഗോന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്, അപ്പം തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പുളിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും അല്ലേ. ഈസ് ഓൾമോസ്റ്റ് എന്താണ് മക്കളെ, റൈപ്പാണ് അല്ലേ. ദെൻ
ആൾ എത്രത്തോളം റെഡി ആയിട്ടുണ്ട്, ആൾ എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അത് ഏതാണ്, ഇൻ വാട്ട് ഡിഗ്രിയാണ്. ഐ എം ഫുള്ളി പ്രിപ്പയർഡ്. ആ വ്യക്തി എത്രത്തോളം പ്രിപ്പയർഡ് ആണ്, കംപ്ലീറ്റ് പ്രിപ്പയർഡ് ആണ്. ഓക്കെ, ദെൻ ഹെർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഫെയർലി എന്താണ്, ഗുഡാണ്. അവളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുള്ളതാണ് മക്കളെ, എങ്ങനെയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്, എങ്ങനെയുള്ള ആപ്പിളാണ്, എങ്ങനെയുള്ള മാംഗോയാണ്, എത്രത്തോളമാണ് അവൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ എന്താണ് മക്കളെ വരിക, ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി ആണ് വരിക അല്ലേ. എത്രത്തോളം ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാളിറ്റി ആ സാധനത്തിനുണ്ട് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. ക്വാളിറ്റി എത്രത്തോളം ഉള്ള സാധനമാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി ആൻഡ് ക്വാളിറ്റി വരുന്ന ആഡ്വർബ്സ് യൂസ് ചെയ്യാം. നോക്കാം. ഓൾമോസ്റ്റ്, വെരി, ഇനഫ്, ഓൾ ടുഗദർ, പ്രെറ്റി, ക്വയറ്റ്, റിയലി, ഓൺലി, എക്സ്ട്രീംലി ലെവലാണ് അല്ലെ. എക്സ്ട്രീം ലെവലാണ്, ഇനഫാണ്, ഓൾമോസ്റ്റ് ആണ്, വെരി ആണ്, അത്യാവശ്യമുണ്ട്, ഓൾ ടുഗദർ ആണ്, പ്രെറ്റി ആണ്, ക്വയറ്റ് ആണ് അല്ലേ. ക്വയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊരു കംപ്ലീറ്റ് ഏകദേശം ആണ് എന്നൊരർത്ഥം. ദെൻ റിയലി, ഓൺലി, എക്സ്ട്രീംലി. ക്ലിയർ ആണല്ലോ. ആ വസ്തു എങ്ങനെയുള്ള വസ്തുവാണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ അത് എങ്ങനെയുള്ള വസ്തുവാണ്, എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി അല്ലെങ്കിൽ ആഡ്വർബ്സ് ഓഫ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ആഡ്വർബ്സ് ഓഫ് റീസൺ ആണ് അല്ലേ. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദ കോസ് ഓർ മോട്ടിവേഷൻ ബിഹൈൻഡ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തിക്കുള്ളൊരു റീസൺ ഉണ്ടാവില്ലേ, ഒരു പ്രവൃത്തിയുടെ ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലേ. ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിനൊരു കാരണമോ അതിനൊരു ഉദ്ദേശമോ ഉണ്ടാവും. അത് പറയാനാണ് നമ്മൾ ആഡ്വർബ്സ് ഓഫ് റീസൺ യൂസ് ചെയ്യുന്നത്. എന്താണ് മക്കളെ, ഒരു ആക്ഷൻ്റെ പിന്നിൽ എന്തുണ്ടാവും, ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും, ആ ഒരു ആക്ഷന് പിന്നിൽ, ഒരു പ്രവൃത്തിക്ക് പിന്നിൽ ഒരു കാരണമുണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണമോ മോട്ടിവേഷനോ ഒക്കെ ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് പിന്നിലുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ പറയും മക്കളെ, ആഡ്വർബ്സ് ഓഫ് റീസൺ യൂസ് ചെയ്ത് പറയും. നോക്കാം. The bell rang. എന്താണ്, the bell rang, so she left the college. she left the college. അവൾ കോളേജിൽ നിന്നും പോവണമെങ്കിൽ എന്തുണ്ട് മക്കളെ, ഒരു കാരണമുണ്ട്. the bell rang, അവൾ ബെല്ലടിച്ചു. അപ്പൊ എന്ത് ചെയ്തു, she left the college, അവള് കോളേജിൽ നിന്നും പോയി അല്ലെ. എന്താണ്, so എന്താണ് മക്കളെ, so. okay, then the traffic is heavy. എന്താണ്, ട്രാഫിക് എന്താണ് മക്കളെ, ഹെവി ആണ് അല്ലേ. therefore we arrived late to the party. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, പാർട്ടിക്ക് വരാൻ വൈകിയത്. അവിടെ എന്തുണ്ട് മക്കളെ, ഒരു കാരണം പറയാനുണ്ട് അല്ലെ, ഒരു റീസൺ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ therefore വന്നിട്ടുള്ളത് അല്ലെ. ഒരു ആക്ഷൻ ഉണ്ട്, ആ ആക്ഷന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ പറയാൻ എന്ത് യൂസ് ചെയ്തു മക്കളെ, therefore യൂസ് ചെയ്തു അല്ലെ. therefore യൂസ് ചെയ്തു. ക്ലിയർ ആണല്ലോ. then it was raining heavily. മഴ നന്നായിട്ട് പെയ്തു. the match ഇവിടെ നിൽക്കട്ടെ, hence ഇവിടെ നിൽക്കട്ടെ. the match was cancelled. മഴ നന്നായിട്ട് പെയ്തതാണ് എന്താണ്, ആ മാച്ച് ക്യാൻസൽ ആവാനുള്ള കാരണം എന്താണ് മക്കളെ, hence the match was cancelled. മഴ നന്നായിട്ട് പെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, hence the match was cancelled. മാച്ച് എന്ത് ചെയ്തു, ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റീസൺ പറയണം. ഒരു ആക്ഷൻ ഉണ്ട്, ഒരു പ്രവൃത്തി അവിടെ നടക്കും. ആ പ്രവൃത്തിക്ക് എന്ത് ചെയ്യണം, അതിന്റെ പിന്നിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും, ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലെ മക്കളെ. അത് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ആഡ്വർബ്സ് ഓഫ് റീസൺ യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആഡ്വർബ്സ് ഓഫ് റീസൺ യൂസ് ചെയ്യണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം ആഡ്വർബ്സിന്. ഓക്കെ, thus, consequently, because, accordingly, since, hence, ഇങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലേ. പല സാഹചര്യം നമ്മൾ പറയാറുണ്ട് അല്ലേ, കോൺസിക്വൻ്റ്ലി ആണ് അത്, അതിൻ്റെ റീസൺ അത് അങ്ങനെയാണ്, കാരണം ബിക്കോസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ബിക്കോസ് ഒക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ, ഒരുപാട് ബിക്കോസ് അല്ലേ, എന്ത് കാരണം, അത് കാരണം എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ആക്ഷന് പിന്നിൽ ഒരു കോസോ ഒരു മോട്ടിവേഷനോ ഉണ്ടാവും. അത് പറയണമെങ്കിൽ എന്ത് വേണം മക്കളെ, ആഡ്വർബ്സ് ഓഫ് റീസൺ വേണം. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആഡ്വർബ്സ് ഓഫ് റീസൺ യൂസ് ചെയ്യണം. ഓക്കെ, then
ആഡ്വർബ്സ് ഓഫ് അഫർമേഷൻ ആൻഡ് നെഗേഷൻ. ഓക്കെ, നോക്കാം. ഓക്കെ, അതന്നെ, അതോ അല്ലെങ്കിൽ അല്ല അങ്ങനെ നമ്മൾ പറയില്ലേ, അത് ശരിയാണ്, അത് ശരിയല്ല, അങ്ങനെ പറയില്ലേ, അത് ശരിയാണ് അല്ലെങ്കിൽ അത് ശരിയല്ല, അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കാം. എങ്ങനെ അതെ അല്ലെങ്കിൽ അല്ല എന്ന് കാണിക്കുകയാണ്. വ്യക്തമായിട്ട് മലയാളത്തിൽ കൊടുത്തതിൻ്റെ കാരണം നിങ്ങൾക്കതിൽ കൺഫ്യൂഷൻ വരരുത് അല്ലേ. എസ് ഓർ നോ പറയാനാണ് അല്ലേ. എസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആഡ്വർബ്സ് ഓഫ് അഫർമേഷൻ അല്ലെങ്കിൽ നെഗേഷൻ യൂസ് ചെയ്യുന്നത്. നോക്കാം. നമുക്കൊരു ഉറപ്പാട്ടോ ഇവിടെ. ഇനി ഇത് എസ് പറയുന്ന കേസാണ്. ഹി വിൽ ഷുവർലി മാരി ഹർ. അവന് ഉറപ്പാണ്, എന്ത്, അവന് ഉറപ്പ് തന്നെയാണ് അല്ലെ. എസ് ഓർ നോ ഇത് രണ്ടും ഉറപ്പിച്ച് പറയാണ്. അവന് എന്ത് ചെയ്യണം, അവന് ഉറപ്പാണ്, എന്താണ്, ഹി വിൽ ഷുവർലി മാരി ഹർ. അവൻ അവളെ വിവാഹം കഴിക്കുമെന്ന് എന്താണ് മക്കളെ, ഷുവർ ആണ്, എന്താണ്, ഉറപ്പാണ് അല്ലെ. ദെൻ he must certainly come for the meeting. അവൻ എന്താണ്, അവന് എന്താണ്, ഏകദേശം അവന് ഉറപ്പാണ് എന്തിനു വരും, മീറ്റിങ്ങിന് വരുമെന്ന് ഏകദേശം എന്താണ്, ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇവിടേക്ക് എന്താണ്, അതെ അല്ലെങ്കിൽ എസ് ആണ് വന്നിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഹിം മക്കളെ, എന്താണ്, ഐ ഡോണ്ട് നോ ഹിം, എനിക്ക് എന്തില്ല, അവനെ അറിയില്ല. അറിയില്ല, അതെ അല്ലെങ്കിൽ അതെ, യെസ് ഓർ നോ, ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പിച്ച് പറയാനാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നത്, എസ് ഓർ നോ എന്ന് പറയുന്ന ഒരു എസ് ഓർ നോ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് അതിങ്ങനെ എന്ത് ചെയ്യുക, കറക്റ്റ് പറയാൻ, ഉറപ്പിച്ച് പറയാം. അല്ലെങ്കിൽ എസ് ഉറപ്പിച്ച് പറയും, അല്ലെങ്കിൽ നോ ഉറപ്പിച്ച് പറയും. അങ്ങനെ ഇത് രണ്ട് സാഹചര്യങ്ങൾ യൂസ് ചെയ്യാനാണ് എന്ത്, ആഡ്വർബ്സ് ഓഫ് അഫർമേഷൻ ആൻഡ് നെഗേഷൻ യൂസ് ചെയ്യുന്നത്. നോക്കാം. certainly അല്ലേ, യു മസ്റ്റ് certainly come for the meeting. ഷുവർലി ഉറപ്പാണ്. അബ്സല്യൂട്ട്ലി എന്താണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് പറയുന്നത്. ഒക്കെ നമ്മൾ പറയാറില്ലേ, ഓൾമോസ്റ്റ് അബ്സല്യൂട്ട്ലി എന്താണ്, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയാറുണ്ട് അല്ലേ. ദെൻ നോ, യെസ് ഇതൊക്കെ പെടും കേട്ടോ. സോ യെസ് ഓർ നോ, അതെ അല്ലെങ്കിൽ ആണ് എന്നൊക്കെ പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആഡ്വർബ്സ് ഓഫ് അഫർമേഷൻ ആൻഡ് നെഗേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ. സോ എന്ത് ചെയ്യണം, ഇനി നമുക്ക് ചിലൊരു കേസ് നോക്കാം. ചില ആഡ്വർബുകൾ ഒന്നിൽ കൂടുതൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. ചിലത് നമുക്ക് തോന്നും ഇതിപ്പോൾ എന്താണ്, ആഡ്വർബ് ഡിഗ്രി അല്ലേ, ഇനിയിപ്പോൾ ഇത് പ്ലേസ് ആണോ, അതോ ഇനി ടൈം ആണോ, അതോ ഇത് മാനർ അല്ലേ, ഇത് ഞാൻ അവിടെയും കണ്ടല്ലോ ഉദാഹരണമായിട്ട്, ഇത് ഞാൻ ഇവിടെയും കണ്ടല്ലോ ഉദാഹരണമായിട്ട് എന്നൊക്കെ തോന്നാറില്ലേ, വരാറുണ്ട് കേട്ടോ. അതൊക്കെ സെന്റൻസിൻ്റെയും ആ വാക്ക് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിനും ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരുടെ ആഡ്വർബ്സിൻ്റെ ഒരു റോള് മാറുകയാണ്, പെർഫോമൻസ് മാറുകയാണ്. ആ വാക്കിനെ യൂസ് ചെയ്യുന്ന സെന്റൻസിന്റെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് മാറും. പെർഫോമൻസ് ലെവൽ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ ടൈപ്സും മാറും. നോക്കാം. ഷീ സിങ്സ് ഡിലൈറ്റ്ഫുള്ളി. എന്താണ്, ഡിലൈറ്റ്ഫുള്ളി ആണ്. അവൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവൾ പെരുമാറിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞ്. ഏത് രീതിയിലാണ് ഷീ സിങ്സ് ഡിലൈറ്റ്ഫുള്ളി, ഏത് രീതിയിലാണ് അവൾ പാടിയിട്ടുള്ളത്, വളരെ ഡിലൈറ്റ്ഫുള്ളി ആണ്. നോക്കാം. ദ വെദർ ഈസ് ഡിലൈറ്റ്ഫുള്ളി കൂൾ. വെദർ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, വെദറിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് ഒന്ന് പറഞ്ഞ്. ആഡ്വർബ് ഓഫ് ഡിഗ്രി ആണ് അവിടെ വന്നിട്ടുള്ളത്. വെദർ എങ്ങനെയാണ്, ഡിലൈറ്റ്ഫുള്ളി, ഇപ്പൊ കൂളായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാലാവസ്ഥ. ഓക്കെ, അപ്പൊ എന്തായി, ആ മീനിങ് മാറി അല്ലേ. ഒന്ന് അവൾ ഏത് രീതിയിൽ എന്ന് പറയുന്ന, ഏത് രീതിയിലാണ് അവൾ പെർഫോം ചെയ്തതെന്ന് ചോദിച്ചു. ഇവിടെ എങ്ങനെയാണ്, ദ വെദർ ഇസ് ഡിലൈറ്റ്, ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്തായി മക്കളെ, ആഡ്വർബ് ഓഫ് ഡിഗ്രി ആയി. ഓക്കെ, ദെൻ ഡോണ്ട് ഗോ ഫാർ. എന്താണ്, ഡോണ്ട് ഗോ ഫാർ, എന്ത് ചെയ്യരുത്, വേറാണ് അല്ലേ. ആഡ്വർബ് ഓഫ് പ്ലേസ് എന്താണ്, വേറിന്റെ ആൻസർ ആണ് അല്ലേ. ഡോണ്ട് ഗോ ഫാർ, അധികം ദൂരം പോവരുത്. എന്താണ് മക്കളെ, ഒരു പ്ലേസിന്റെ അല്ലേ, ഒരു ദൂരമാണ് അല്ലേ. അപ്പൊ എന്താണ്, ഒരു വേറിന്റെ ഒരു ഇതാണ്. അപ്പൊ ഡോണ്ട് ഗോ ഫാർ, അധികം ദൂരം പോകരുത്. അപ്പൊ എന്തായി, പ്ലേസ് എന്ന് പറയുന്ന ഒരു മീനിങ്ങിലോട്ടാണ് ആഡ്വർബ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹി ഈസ് ഫാർ ബെറ്റർ നൗ. അതെന്താണ് മക്കളെ, ആഡ്വർബ് ഓഫ് ഡിഗ്രി ആൻഡ് ക്വാളിറ്റി ആണ് അല്ലേ. ഇപ്പൊ അവൻ എങ്ങനെയുണ്ട്, അവനിപ്പോ എങ്ങനെയുണ്ട് അവസ്ഥ, അവന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞ്, ഇപ്പൊ എങ്ങനെയുണ്ട് അവന്റെ ആ നിലവിലെ കണ്ടീഷൻ എന്താണ്, ഈസ് ഫാർ ബെറ്റർ നൗ. ആ ഫാർ യൂസ് ചെയ്ത സെന്റൻസിലെ സാഹചര്യത്തിനനുസരിച്ചാണ് എന്ത് മാറിയത് മക്കളെ, ആ ആഡ്വർബിന്റെ ടൈപ്പ് മാറിപ്പോയത് അല്ലേ. ഇങ്ങനെയുള്ള ആഡ്വർബുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചില കേസുകളാണ്. അപ്പൊ മീനിങ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഏത് ആഡ്വർബാന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ നമുക്ക് ആഡ്വർബ് ഏതാന്ന് തിരിച്ചറിയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ആഡ്വർബ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മാത്രം മതി. ഓക്കെ, സോ
എന്താണ് മക്കളെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത്? ആഡ്വേർബ്. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു ഒന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറേ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നൗൺ, പ്രൊണൗൺ, നമ്മൾ ഫസ്റ്റ് നൗൺ പഠിച്ചു, ടൈപ്സ് പഠിച്ചു, ദെൻ പ്രൊണൗൺ പഠിച്ചു, അതിന്റെ ടൈപ്സ് പഠിച്ചു, ആഡ്ജക്റ്റീവ് പഠിച്ചു, ദെൻ വെർബ് പഠിച്ചു. വെർബിൽ ഒത്തിരി വെർബിന്റെ ക്ലാരിഫിക്കേഷൻ പഠിച്ചിരുന്നു. ശേഷം നമ്മൾ എന്ത് പഠിച്ചു? ആഡ്വേർബ് പഠിച്ചു. സ്റ്റെപ്പായിട്ട് തന്നെ പോരണം. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് കാണുമ്പോൾ എന്ത് ചെയ്യണം? നൗണ് മുതൽ തന്നെ പഠിച്ചിട്ട് പോരണം കേട്ടോ. ഇപ്പൊ നമ്മൾ എന്ത് ക്ലിയർ ചെയ്തു? ആഡ്വേർബ് എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിലെ മറ്റൊരു സെക്ഷനുമായിട്ട് മറ്റൊരു പാർട്ടുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.